Hello everyone, welcome back to our YouTube channel Shuttu and Mama. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മൾ എണീറ്റിട്ടേ ഉള്ളൂ. താഴെ പോയിനില്ല. ഇന്ന് ഷുട്ടുപ്പ് എണീച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താഴെ പോകണം, ബ്രഷ് ചെയ്യണം, എന്താണ് രാവിലത്തെ പരിപാടി എന്നൊക്കെ നോക്കണം. ഇന്ന് ഒരു പരിപാടിയില്ല, വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡെയിലി വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ എന്തായാലും താഴെ പോയിട്ട് ബാക്കിയാണ്. അങ്ങനെ നമുക്ക് ഇന്ന് രാവിലെ തന്നെ അപ്പമായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ രാത്രിയിലത്തെ കുറച്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കണ്ടെന്ന് പറഞ്ഞ അമ്മ എന്നെ കാസറോള് തുറക്കാൻ സമ്മതിക്കുന്നില്ല. രാവിലെ എണീച്ച് പാടന്നെ കുത്തൊക്കെ കളിക്കാൻ പോന്നാ. അത് എ സിന്റെ റിമോട്ടിന്റെ മേലെ ഇല്ല, സാധനം പറിച്ചിട്ട് വന്നു. അങ്ങനെ ഞാൻ രാവിലെ എണീച്ച് എപ്പോഴത്തെയും പോലെ ഒന്ന് പുറത്തെല്ലാം പോയി നോക്കി വന്നതിന് ശേഷം പിന്നെ ചായ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അപ്പം. നമ്മളിതിന് ചീഞ്ചട്ടി പറഞ്ഞ അപ്പം എന്നാ പറയുക. അമ്മ ഉണ്ടാക്കുന്നതാണ്, ഒരു ദോശേൻ്റെ കൂട്ട് തന്നെയാണ്. പക്ഷെ നമ്മളെ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലൊക്കെ ഒഴിച്ചിട്ടൊരു നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സംഭവം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഷുട്ടൂന് കൊടുക്കണം. നമുക്ക് ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷുട്ടൂന് ഇഷ്ടമായതുകൊണ്ട് അമ്മ, ആൾക്ക് ഗീ റൈസ് ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ചെമ്മീൻ ബിരിയാണി പോലെ ആക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആക്കാമെന്ന് വെച്ചു. ഞാനും ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു മുട്ട ബിരിയാണി ആക്കാം നാളാന്നുള്ളത്. ചെമ്മീൻ ഞാൻ കഷ്ണം പീസായിട്ട് അങ്ങനെ ചുട്ടൊന്നും കൊടുക്കില്ല, നമുക്കറിയില്ലല്ലോ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ദഹിക്കാനും കുറച്ച് പണിയല്ലേ, കുട്ടികൾക്ക് ഹാർഡല്ലേ, അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ചെമ്മീൻ, ഈ ഞണ്ട്, കല്ലുമ്മക്കായി, മറ്റേ നമ്മളെ കൂന്തൽ, അതൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ഞാൻ. ചെമ്മീൻ പിന്നെയും ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അപ്പോൾ അവൾക്ക് മറ്റേ കോൺസ്റ്റിപ്പേഷൻ വന്നുകൊണ്ട് പിന്നെ ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ചെമ്മീൻ ബിരിയാണി ആക്കിയിട്ട് അവൾക്ക് റൈസ് മാത്രമേ വേണ്ടൂ, അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അങ്ങനെ ഞാൻ കട്ടിങ്ങിലേക്കെല്ലാം കടന്നു. ചെമ്മീൻ ഒരു പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി അമ്മ ഷുട്ടൂന് മാത്രം ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതായിരുന്നു കുറച്ച് ചെമ്മീൻ. അവൾ പിന്നെ റൈസ് മാത്രമേ കഴിക്കൂ, എന്നാലും അവൾക്ക് ബിരിയാണി ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ ആലോചിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്നാൽ പിന്നെ റൈസ് അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവർക്ക് എല്ലാവർക്കും വൈകുന്നേരം ആകുമ്പം കല്യാണവും കാര്യമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും പോവില്ല. അപ്പോൾ പിന്നെ അപ്പം എനിക്കും കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. മുട്ട ബിരിയാണി ആക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇച്ചിരി ചെമ്മീൻ ഇട്ടുകൊണ്ട് അമ്മ വാങ്ങിയതുകൊണ്ട് അതാകുമ്പം അമ്മക്ക് നല്ല ചൊയ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പം നമ്മൾ ആദ്യം ചോറാക്കിയിട്ട് പിന്നെ മസാലയാക്കും. വെള്ളം പുളിനാരങ്ങയില്ലേ, വെള്ളം തിളക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കണം. ഓ, എല്ലാം തട്ടിമുട്ടി പൊളിക്കും. അപ്പോൾ നമ്മൾ അരി അടുപ്പത്ത് വെച്ചു, തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഷാലോ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കലാണ്. ഈ എണ്ണയിൽ തന്നെ നമ്മൾ പിന്നെ നമ്മളെ ഉള്ളിയും കൂടി വാട്ടിയെടുക്കും. കുറച്ചേ ഉള്ളൂ ചെമ്മീൻ, ഒരു പേരിന് മാത്രം. നമ്മൾ വാങ്ങിക്കൊണ്ട് ജസ്റ്റ് ആക്കുന്നേ ഉള്ളൂ. ഇനി ഒരു ട്രിപ്പും കൂടി ഇടാനുണ്ട്, അതും കൂടെ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഉള്ളി ഷാലോ ഫ്രൈ ഈ എണ്ണയിൽ തന്നെ വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ചോറാടുന്നാവുമ്പോഴേക്കും ഞാൻ ഷുട്ടിൻ്റെ കുറച്ച് നട്ട്സൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് നട്ട്സൊന്നും കഴിക്കാത്ത ആള്. അപ്പോൾ അതെല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വൈകുന്നേരം പാലിൻ്റെ കൂടിയോ എന്തെങ്കിലും ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീൻ പൊരിച്ച് വെച്ച എണ്ണയിൽ തന്നെ ഇതാ ഉള്ളി വാട്ടിയെടുക്കുന്നുണ്ട്. സാധാരണ ഭയങ്കര നോർമൽ ഒരു ചെറിയൊരു ചെമ്മീൻ ബിരിയാണിയാണ്, ഭയങ്കര പറയാൻ മാത്രമൊന്നുമില്ല. ഇനി നന്നായിട്ട് സോട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യും, പിന്നെ നമ്മൾ നോർമൽ തക്കാളി ആഡ് ചെയ്യുക, അത്രയൊക്കെ തന്നെയുള്ളൂ. വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും മസാല ഐറ്റം കാണിക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരും. ഞാൻ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം പേസ്റ്റ് ആക്കിയത് ആഡ് ചെയ്തു. വേറെ ഒന്നും പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ഇത് കുറച്ച് നമുക്ക് മാത്രം ആക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നിച്ചെന്നെ ഇട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തു. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നല്ല ടേസ്റ്റിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്മീൻ നല്ല ഫ്രഷ് ചെമ്മീൻ ആയതുകൊണ്ട് നല്ല ആ ഒരു സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി അതൊക്കെ നന്നായിട്ട് സോട്ട് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു.
തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ആയതിനു ശേഷം ഒന്ന് അടച്ച് വെച്ച് നല്ല പോലെ കുക്കായി കിട്ടണം തക്കാളി. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ ഗരം മസാല മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കി നമ്മുടെ എല്ലാ സംഭവങ്ങളും ഞാൻ ചെമ്മീൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അമ്മ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ചെമ്മീൻ. അപ്പോൾ ഇതിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ലാസ്റ്റ് നമ്മൾ മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മസാല റെഡിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ തക്കാളി നല്ല പോലെ ഉടയണം, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫിഷ് ബിരിയാണി ആക്കുമ്പോൾ കിട്ടുള്ളൂ. അങ്ങനെ ഇത് നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് ഇതിനകത്ത് കാണാനൊന്നുമില്ല. ഇപ്പം നമ്മളെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം രണ്ടും കൂടെ മിക്സ് ആക്കണം. അങ്ങനെ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ചുട്ടു അവിടുന്ന് വാട്ടർമെലൺ തിന്നുന്നുണ്ട്. ചുട്ടു എന്നാ ചെയ്യുന്നേ? അമ്പോ, അമ്മയ്ക്ക് തരുവാ? അയ്യോ, താഴെ പോയില്ലേ? തണുപ്പുണ്ടാ? അമ്മ എടുത്തോളൂ, മോള് തിന്നോ. അമ്മ എടുക്കും, ബാവ തിന്നോ. ഇത് പിന്നെ നമ്മൾ ലെയർ ചെയ്യാനൊന്നും നിന്നില്ല, എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണി എല്ലാം റെഡിയായി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം വൈകുന്നേരം ആയിട്ടേ ഉള്ളൂ. ചുട്ട് വാട്ടർമെലൺ കഴിച്ചു. ഇനിയിപ്പോൾ നേരത്തെ എന്തെങ്കിലും റൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാ ബാ ഇങ്ങ് വാ, പോണ്ട ചോട്ടോ, ഇങ്ങോട്ട് വാടാ. വരുന്നില്ലേ? ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. ഏച്ചിമാരെ കണ്ടിട്ട് ഒരാൾ അപ്പം തന്നെ അങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ട്. കുറേ നേരം എന്നെ വിളിച്ചു, ഞാൻ പോകുന്നില്ല എന്നാണ്. പിന്നെ അമ്മേൻ്റെ തോളിൽ കയറി. ഇപ്പോൾ പോയിട്ട് വരട്ടെ, അതുവരെ ഞാൻ കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ആരാ കളിക്കാൻ പോയിനി? ചുട്ടു കളിക്കാൻ പോയി. അങ്ങനെ ചുട്ടൂപ്പി ചോറെല്ലാം തിന്ന്. ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കണം. വിശക്കുന്നില്ല എന്നറിയില്ല. കുറച്ച് 2 വർഷം പത്തൊക്കെ മാത്രമേ തിന്നിട്ടുള്ളൂ, പക്ഷെ വിശക്കുന്നില്ല. പൊട്ടില്ലടാ. എല്ലാം നടക്കുക. അമ്പോ ഇതില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഷുട്ടൂപ്പി നല്ല ഉറക്കമായി. അവൾ ഇന്ന് എന്താ അറിയില്ല, നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷുട്ടൂപ്പി ഉറങ്ങി. ഇനിയിപ്പം എനിക്ക് ചോറ് തിന്നണം. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ എണീച്ചുകൊണ്ടാണ് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഞാൻ പോയിട്ട് ചോറ് തിന്നട്ടെ. ചെറുതായിട്ടൊരു മൈഗ്രെയിൻ ട്രിഗർ ആവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പം അതിന് മുന്നേ എന്തായാലും ചോറൊന്നും സെറ്റാകട്ടെ. കുറച്ചെണ്ണം ഉറങ്ങിയാൽ ചിലപ്പോൾ ശരിയാവും. ആക്ച്വലി ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കൊഞ്ചൻ ആക്ച്വലി. നല്ല ചോയുണ്ട്, അടിപൊളി. ഞാൻ ചോറെല്ലാം തിന്ന് കഴിഞ്ഞ് അപ്പം ഒരു മധുരത്തിന് എന്താവും എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇന്നലെ നമ്മൾ പറിച്ച് വെച്ച പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഇത് മധുരമല്ല ആക്ച്വലി, ഇതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് തിന്നാന്ന് വിചാരിച്ച്. അപ്പം എന്തായാലും ഞാനത് ആക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് ഈ സാധനം. എൻ്റെ ചുട്ടൂന് ഇഷ്ടമേ അല്ല, അവൾക്ക് പുളിയുള്ളതൊന്നും അത്ര ഇഷ്ടമല്ല. പക്ഷെ ഭയങ്കര നല്ലതാണ്, അവള് കഴിക്കൂല. എന്തായാലും ഞാൻ കഴിക്കട്ടെ. ഞാൻ പാഷൻ ഫ്രൂട്ടിൽ കുറച്ച് എന്താ പറയുക പഞ്ചസാരയൊക്കെ ഇട്ട് തിന്ന് പിന്നെ പോയി കിടന്ന് ഉറങ്ങി കുറച്ച് സമയം. അപ്പോഴേക്കും എൻ്റെ തലവേനൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. എണീക്കുമ്പോഴേക്കും ഇതാ നമ്മുടെ ലച്ചുക്കുട്ടിയും പ്രിയമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചുട്ടൂന് കളിക്കാൻ ആളെ കിട്ടി. ലച്ചു എന്ന് പറയുന്നത് പിന്നെ എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ ചേച്ചിയുടെ മോളാണ്. ചേച്ചിയുടെ മോളും അവളുടെ അമ്മയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വന്നാൽ സ്ഥിരം ഇവരെപ്പോഴും വരുന്നതാണ് ഷുട്ടൂനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷുട്ടു ലച്ചു വെച്ചും കൂടെ കളിക്കല. ഞാൻ അപ്പോഴേക്കും ചെറിയൊരു താളിയാക്കി തലത്തേക്കാന്ന് വിചാരിച്ചു. എണ്ണ ഓൾറെഡി തേച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ ഇതാക്കട്ടെ. പോയോ? മുട്ട വന്നിട്ട് പയ്യെ പാല് കൊടുക്കാം. പാല് പയ്യെ അരച്ചു കൊടുക്കാം. നട്ട്സ് ഇട്ടിട്ട് അരക്കണ്ടേ?
ഇപ്പൊ മുട്ട കൊടുക്കാം. ബത്ത കണ്ട പിന്നെ മുട്ടയും തിന്നൂലേ? മാങ്ങ തിന്നിട്ടില്ല. ഷുട്ടൂപ്പി അങ്ങനെ ലച്ചു വെച്ചായിട്ട് കുറേ നേരം കളിച്ചു. പിന്നെ നമ്മൾ ചായ കുടിച്ചു. ചായ അല്ല, ആക്ച്വലി കാപ്പിയാണ്. പ്രിയമ്മ ചായ അങ്ങനെ കുടിക്കാറില്ല, അതുകൊണ്ട് കാപ്പി ഉണ്ടാക്കി അമ്മ. പിന്നെ അങ്ങനെ അവരൊക്കെ പോയി. പിന്നെ ഷുട്ടും ജാനൂട്ടനും കൂടെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ എല്ലാരും പോയി. ഇനിയിപ്പോ ഞാൻ ഷുട്ടുവിനെ പെട്ടെന്ന് കുളിപ്പിക്കട്ടെ. ഞാൻ മാസ്ക് ഒക്കെ ഇട്ട് ഇനിയിപ്പോ എനക്കും വേഗം കുളിക്കണം. അപ്പൊ എന്തായാലും അവളെ കുളിപ്പിച്ചിട്ട് നമ്മൾക്ക് വൈകണം. കുളിച്ച് സുന്ദരിയായിനാ? സുന്ദരിയായി. ഇനി എന്താ ചെയ്യാ ഇപ്പോ? എന്താ ചെയ്യാൻ പോന്നു ചുട്ടുവാവ? ചുട്ടുവാവ എന്താ ചെയ്യാൻ പോന്നു? കോക്കോമല കാണൂ. പ്രിയമ്മ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നാണ് ഈ ഗോതമ്പ് പായസം. ഭയങ്കര ടേസ്റ്റാണ്. അവരുടെ പായസത്തിനെ പറ്റി പിന്നെ പറയാനേ ഇല്ല. ഞാൻ ഉണ്ടാകുമ്പോൾ എപ്പോഴും വരുമ്പം അധികം എന്തെങ്കിലും ഒരു പായസം കിട്ടും. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഷുട്ടൂപ്പിയും വേണമെന്ന് പറഞ്ഞാൽ അവളും പായസം കുടിച്ച് ഞാനിത് ഇപ്പം മേലെ എത്തി. എനിക്കിനിയിപ്പോൾ കുളിക്കണം. ചുടുവിനെ ഞാൻ കൊക്കമലൻ വെച്ച് കൊടുത്തിട്ടാണ് ഇരുത്തിയിട്ടുള്ളത്. വേറെ രക്ഷയില്ല. അച്ഛനും അമ്മയ്ക്കെല്ലാം ഒരു കല്യാണത്തിന് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് താഴെ പോകണം. എന്നിട്ട് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും കുളിച്ച് വന്നു. ഇതായിരിക്കും വെക്ക് കൊടുക്കുക നമ്മളെ പൂവ്. ചുറ്റും ആയിരിക്കും കൊടുക്കുക. അമ്പൂറ്റിക്ക അമ്മു വെച്ചിക്ക. നല്ല മണുണ്ടോ? മണുണ്ട്. ഇല്ല. അമ്മമ്മ കല്യാണത്തിന് പോയി. പിന്നെ ഇതാ അച്ചാച്ചന് നമ്മളൊക്കെ കൂടി വിളക്കൊക്കെ കത്തിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഷുട്ടു അവിടുന്ന് മഞ്ചാടിയൊക്കെ എടുത്ത് പെറുക്കി ചാടാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ അച്ചാച്ചനും പോവും. അപ്പോൾ അങ്ങനെ എല്ലാവരും കല്യാണത്തിന് പോയി. ഞാൻ ചുട്ടും മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് പാല് നട്ട്സൊക്കെ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഷുട്ടൂന് കൊടുക്കുന്ന റാഗിപ്പൊടിയിൽ ആക്ച്വലി നട്ട്സ് മിക്സാണ്. എന്നാലും ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. ഡെയിലി കൊടുത്താൽ അവൾ കഴിക്കില്ല. നിങ്ങളിപ്പോൾ കുട്ടികൾക്ക് വെയിറ്റൊക്കെ കുറവാണെന്ന് പറഞ്ഞ് കൺസേൺ ഉള്ള അമ്മമാരാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. രാവിലെ ഞാൻ ഇത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സാണ്. ഒരു 4 ബദാം, അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ പിസ്താഷ്യൂ ഉണ്ടല്ലോ അത്, വാൾനട്ടും എല്ലാം യൂസ് ചെയ്യാം. വാൾനട്ട് ഷുട്ടിന് അത്ര ഇഷ്ടമല്ല, അതാണ്. എല്ലാം കൂടെ കുതിർത്തി വെച്ച് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കും. അതിൻ്റെ തരി പോലെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ കുടിക്കണം എന്നില്ല. അപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ചൂടാക്കി തണിക്കാൻ വെച്ചിട്ടുള്ള പാലായിരുന്നു, അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ അരച്ചെടുക്കുമ്പം കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും. കാരണം ഇത് കുറച്ച് എമൗണ്ട് ഉള്ളതുകൊണ്ടാണ് അരഞ്ഞ് കിട്ടാൻ പണി. പിന്നെ ഒരു മധുരത്തിന് ഞാൻ കുറച്ച് പനങ്കൽക്കണ്ടവും കൂടെ ആഡ് ചെയ്തിട്ട് അവൾക്ക് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഷുട്ടൂപ്പിക്ക് യോജിച്ചില്ല. കുറച്ച് സമയം കളിക്കാൻ വേണ്ടിയിട്ട് ജാനോട്ടിനുണ്ടായിരുന്നു. ഇപ്പോൾ അവനങ്ങ് പോയി. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് ചോറ് തിന്നട്ടെ. ഞാൻ കുറച്ച് പാട്ട് വെച്ച് കൊടുത്ത അവിടെ ഇരുത്തിയിട്ടുള്ള ആളാണ്. നമുക്ക് ഉച്ചക്കത്തെ ബിരിയാണി ഉണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ വേറൊന്നും ആക്കിയില്ല. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് ചോറ് തിന്നട്ടെ. ഞാൻ ചോറ് തിന്നുന്ന സമയത്ത് ആളിരിക്കാത്തതുകൊണ്ട് കുറച്ച് സമയം ഞാൻ TV വെച്ച് കൊടുത്ത് ഞാൻ ചോറ് തിന്നു. ബിരിയാണി കഴിച്ചു. അവൾക്ക് ഞാൻ പാലും കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ഷുട്ടൂന് ഫുഡ് കൊടുക്കാൻ നോക്കുവാണ്. എല്ലാം വലിച്ച് വാരി ഇട്ടിട്ടുള്ള ഇവിടെ എന്താ ചെയ്യുക. അച്ഛനും അമ്മയും എത്തിയിട്ടില്ല. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഫുഡെല്ലാം കൊടുത്ത് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും ഫുഡ് കൊടുക്കട്ടെ. വേഗം കഴിച്ചോ. കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഷുട്ടൂനൊന്ന് പിരികൊക്കെ വരഞ്ഞ് പൊട്ടൊക്കെ വെച്ച് കൊടുത്തതാണ്. അതാ ഇങ്ങനെ ഇരിക്കുന്നത്, പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ TV വെച്ച് നോക്കിയപ്പോൾ പ്രേമലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ അതിരുന്ന് അങ്ങനെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അച്ചാച്ചനും അമ്മമ്മയും എല്ലാവരും വന്ന് നമ്മൾ കുറച്ച് സമയം താഴേന്ന് ഷുട്ടൂപ്പി എന്തൊക്കെയോ കളിച്ച് കുരുത്തക്കേടും കളിച്ച് ഞാൻ ലാസ്റ്റ് എങ്ങനെയല്ലോ എന്തെല്ലോ പറഞ്ഞ് മേലെ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് കിടത്തി ഉറക്കണം. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ എനിക്ക് ഉറങ്ങാനായിട്ട്. ഇതാരാ? ഇതിന്റെ പേരെന്നാ? അപ്പു അല്ലേ? ഷുട്ടൂന്റെ ഫ്രണ്ടാണോ അപ്പു? അപ്പു ഷുട്ടൂന്റെ ഫ്രണ്ടാ? ഹായ് അപ്പു. അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇതാ കണ്ടില്ല, കുരുത്തക്കേട് കളിക്കുന്ന കണ്ട ഇല്ല എടുക്കൂല. അച്ഛൻ കാണൂല. അച്ഛൻ അമ്മ ഒളിപ്പിച്ചു വെച്ചു. ഇതെന്തെന്നാ ഇത്? പെണ്ണെടുത്ത് ഇപ്പം സകല സ്ഥലത്തും വരച്ചിടലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ചുമരിന്റെ മേലെ ഒന്നല്ല, ഇവളെ മേത്ത് തന്നെ വരയ, കാലിന് കൈക്കെല്ലാം വരഞ്ഞിടലാണ് മെയിൻ പരിപാടി. അപ്പൊ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് അപ്പം നാളെ കാണാം.
അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ, ടാറ്റാ. Please do like, share and subscribe to our channel. Okay?